ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് ക്ലൈംബ് അഡ്വഞ്ചർ സെക്ഷനാണ് കേട്ടോ. ആൻഡ് നമ്മൾ വന്നേക്കുന്നത് കുട്ടിക്കാലം തൊട്ട് നമ്മൾ കേട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. നാരായണ ഭ്രാന്തൻ ജീവിച്ചു മരിച്ച ആ മല കയറാനാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. ആ നാരായണ ഭ്രാന്തൻ എന്ന പേര് കേട്ടപ്പോൾ ചിലർക്കൊക്കെ ഓർമ്മ വന്ന് കാണും. നമ്മൾ കേട്ട കവിതകളും അതേപോലെ തന്നെ മലയാളത്തിൽ പഠിച്ച കഥയും പറയിപ്പറ്റ പന്തിരുകുലം. ആ കഥ ഓർമ്മ വന്നില്ലെങ്കിലും ഈ കവിതയുടെ 4 വരി കേൾക്കുമ്പം എന്തായാലും എല്ലാവർക്കും ഓർമ്മ വരും ഇല്ലേ? 12 മക്കളെ പെറ്റൊരമ്മി, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മി, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. കേട്ടിട്ടില്ലേ നിങ്ങളിത്? സത്യം പറഞ്ഞ ആ ഓരോ സ്റ്റെപ്പ് കയറിയപ്പോഴും ഞാൻ അങ്ങനെ നമിച്ചു കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഇത്രയും സ്റ്റെപ്പ് കയറാൻ ഞങ്ങൾ പെടുന്ന പാട് കണ്ടതാ. അപ്പം എന്നും മലയുടെ താഴേന്ന് മുകളിലേക്ക് ആ കല്ല് ഉരുട്ടിക്കൊണ്ട് വന്ന് താഴേക്ക് ഉരുട്ടി വിടുന്ന അദ്ദേഹത്തെ ഓർത്തപ്പം ഈശ്വര കൈ കൂപ്പിപ്പോവും. പിന്നെ വേറൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ അത്രയും സ്റ്റെപ്പ് കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കിട്ടുന്ന ലാൻഡ്സ്കേപ്പും വ്യൂ ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. അതായിരുന്നു ആകെയുള്ളൊരു ആശ്വാസം. അങ്ങനെ ആ കാഴ്ചകൾ കണ്ട് ഞങ്ങളെല്ലാവരും നടന്നു. അങ്ങനെ മേളി എത്തിയപ്പം അവിടെ ഒരു അമ്പലമുണ്ട്, ഭദ്രകാളിയുടെ. സത്യം പറഞ്ഞാൽ അതിനൊരു കഥയുണ്ട് കേട്ടോ. ഒരിക്കൽ ഭദ്രകാളിയും ശിഷ്യന്മാരും കൂടെ അവിടെ വന്നപ്പോൾ, നൃത്തം ചെയ്യാൻ വന്നപ്പോൾ നമ്മുടെ ഭ്രാന്തൻ അവിടെ ഉണ്ട്. ആളെ പേടിപ്പിക്കാൻ നോക്കിയിട്ട് ആൾ പേടിച്ചില്ല. അതിൽ ഇംപ്രസ് ആയിട്ട് ദേവി വരം കൊടുത്തു. പക്ഷെ ആൾ ചോദിച്ച വരം എന്ന് വെച്ചാൽ ഇടത്തെ കാലിൽ മന്ത് വലത്തെ കാലിയാക്കി തരുമെന്ന് മാത്രമാണ്. അങ്ങനെ അവിടെ ദേവിയുടെ കാൽപ്പാട് ഉണ്ടെന്നും അങ്ങനെയാണ് അവിടെ അത് ഒരു അമ്പലമായി മാറുന്നത്. ഇതാണ് നമ്മുടെ നാരായണ ഭ്രാന്തൻ. ഇങ്ങനെ ആയിരിക്കും കേട്ടോ. നമ്മൾ കേട്ടതൊക്കെ വെച്ചിട്ട് ആണ് ഒരു ശില്പി ഇത് പണിതേക്കുന്നത്. സോ ഇങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ അവിടെ നിന്നുള്ള വ്യൂവും അമേസിങ് ആയിരുന്നു, ഒന്നും പറയാനില്ലാത്ത വ്യൂ. സോ ഇതാണ് നമ്മുടെ ഫുൾ ഗ്യാങ്. അവിടെ കുറേ ഫോട്ടോസും എടുത്ത് ആസ്വദിച്ച് അങ്ങ് പോയി.